അതായത് ലോയി സാർ ഇങ്ങനെ ഇരിക്കുന്നു, ഇതിനിടയിൽ ഗിരീഷേട്ടൻ എന്നോട് ചോദിക്കുന്നു, എടാ ഒരു 101 രൂപ നിന്റെ കയ്യിലുണ്ടോ? അപ്പൊ ഞാൻ എൻ്റെ 100 രൂപയുണ്ട്, 1 രൂപ ഇല്ല. അപ്പൊ ഞാൻ 100 രൂപ കൊടുത്തു. ശരി. ഉടനെ ഗിരീഷേട്ടൻ നേരെ ലോയി സാറിന്റെ കാൽക്കൽ വീഴുന്നു. അങ്ങയുടെ അടുത്ത പടത്തിൽ എനിക്ക് അങ്ങയുടെ സംവിധാന സഹായിയാകണം, എനിക്ക് സിനിമ പഠിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സിനിമയ്ക്ക് വേണ്ടി രാജസേന ചേട്ടനുമായിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് അപ്പോഴെന്നോട് ചോദിച്ചു, 101 രൂപ ഉണ്ടോ? അതല്ല, ആ ഒരു നിഷ്കളങ്കത കേട്ടാ. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഗിരീഷ് കുറെ പേനയും കൊണ്ട് കിടക്കും, എപ്പോഴും അറിയാലോ, കുറേ പേന ഉണ്ടാവും. അപ്പോൾ എന്നോട് ആദ്യത്തെ പടത്തിന് വന്നപ്പോൾ തന്നെ പറഞ്ഞാണ്, ഞാൻ ഓരോ സംവിധായകർക്കും വേണ്ടിയിട്ട് ഓരോ പേന കൊണ്ട് കിടക്കുന്നുണ്ട്. അതിനോരോ അർത്ഥങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തരം പാട്ടായിരിക്കും എന്നിൽ നിന്ന് ഉദ്ദേശിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ്. ഈ പേന കൊണ്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കവിത ഉണ്ടാവും. ഈ പേന കൊണ്ട് എഴുതി കഴിഞ്ഞാൽ വേറെ ഒച്ച ബഹളമുണ്ടാവും. ഓരോ പേനകൾ ഇങ്ങനെ എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പേനകളൊക്കെ മാറ്റി വെച്ചു, എനിക്ക് ഈ കവിത ഉള്ള പേന മതി. ഇനി എന്റെ പടങ്ങളിൽ പാട്ട് എഴുതാൻ വരും, ഈ കവിത ഉള്ള പേന മാത്രം കൊണ്ടുവരാൻ. അങ്ങനെയൊക്കെയുള്ള ചില തമാശകളും